ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇൻഷുറൻസസിന്റെ പേര് കേട്ടൊരു നാടാണ് ജർമ്മനി. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻഷുറൻസസിനെ കുറിച്ച് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാകെ നാട്ടിൽ കേട്ടേക്കുന്നത് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് മാത്രമാണ്. വേറെ ഒന്നിനെ കുറിച്ചും ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ ജർമ്മനിയിൽ വന്നിറങ്ങിക്കഴിഞ്ഞ സമയത്താണ് ആ ഇൻഷുറൻസ്, ഈ ഇൻഷുറൻസ്, മറ്റേ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്ന് കേൾക്കാൻ തുടങ്ങിയത്. ഇവരിങ്ങനെ കുറേ ഇൻഷുറൻസസിനെ പറ്റി പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിലെല്ലാ ഇൻഷുറൻസും നമ്മൾ എടുക്കണമെന്ന് മസ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ എല്ലാ ഇൻഷുറൻസിൻ്റെയും ആവശ്യവും നമുക്കില്ല. അപ്പം ഇൻഷുറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഷുറൻസസ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം എടുത്താൽ മതി. കാരണം മാസം നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്ന ഇൻഷുറൻസിൻ്റെ എല്ലാം നമ്മൾ അടവുണ്ട്. നമുക്ക് ആവശ്യമാണെന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ. അന്നൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു ഇത് മസ്റ്റായിട്ട് എടുക്കേണ്ടതാണോ അല്ലയോ എന്നൊന്നും അങ്ങനെ കറക്റ്റ് അറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് 5.5 വർഷമായി. എനിക്ക് ഒരുപാട് അറിവില്ലായ്മകൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്താണ് ആവശ്യമായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, അങ്ങനെ പല അബദ്ധങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അന്നൊന്നും എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ ആൾക്കാരുണ്ടായിരുന്നില്ലായിരുന്നു. അതുപോലെ എനിക്കാണെങ്കിൽ അങ്ങനെ ഒന്നും നോക്കി കണ്ടുപിടിക്കാനുള്ളൊരു അവസരങ്ങളും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എത്രത്തോളം ജർമ്മൻ പഠിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും എല്ലാ വേർഡ്സും നമ്മൾ പഠിച്ചിട്ടല്ലോ വരുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഒരു ഗൈഡൻസ് ഈ ഒരു വീഡിയോസ് കൊണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ ഈ 5.5 വർഷത്തിനിടയ്ക്ക് എനിക്ക് പറ്റിപ്പോയ തെറ്റുകളിൽ നിന്നും ചില സാധനങ്ങളൊക്കെ നമ്മൾ വളഞ്ഞ വഴിക്ക് ചെയ്തു. പക്ഷെ വളഞ്ഞ വഴിക്ക് ചെയ്യണ്ടായിരുന്നു, നമുക്ക് നേരെ ചെയ്യാമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് മോശം രീതിയിൽ നിന്നല്ല, അല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ലാതിരുന്നത് കൊണ്ട് നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മളിങ്ങനെ എല്ലാവർക്കും തെറ്റുകൾ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും ഒക്കെ അതുകൊണ്ടൊരു എളുപ്പമാകുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വാചകം അടിച്ച് സമയം കളയുന്നില്ല, നമുക്ക് എന്തൊക്കെയാണ് ഇൻഷുറൻസസ് നോക്കാം. ഏറ്റവും ആദ്യം മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ അതിന് ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത് ക്രാങ്കൻ ഫെർസിഷറും എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് ഒക്കെ പോലെ ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഉള്ളതാണ് ഈ ക്രാങ്കൻ ഫെർസിഷർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനായാലും ഹോസ്പിറ്റലിൽ പോയി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ഡോക്ടറിനെ കണ്ടു, അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഈവൻ നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് വന്ന് അഡ്മിറ്റ് ആയാൽ പോലും അതിന് അതുപോലെ നമ്മളിപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ആംബുലൻസ് ഒക്കെ വരുന്ന പോലെ ഇവിടെ ക്രാങ്കൻ വാഗൻ വിളിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തൊരു അസുഖം വന്നു, ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ശക്തിയായിട്ടുള്ള എന്തെങ്കിലും വേദനകൾ കാര്യങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ക്രാങ്കൻ വാഗൻ വിളിക്കാൻ പറ്റും. അങ്ങനെ ക്രാങ്കൻ വാഗൻ വിളിച്ചു കഴിയുമ്പം അവർ ചോദിക്കും നമ്മളോട് ഡോക്ടർ വരണോ അതോ ചുമ്മാ ആൾ വന്നാൽ മതിയോ എന്ന്. അപ്പം നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് പറയാം എങ്ങനെ വിത്ത് ഡോക്ടർ വരണമെന്നുണ്ടെങ്കിൽ അവർ വരും കേട്ടോ. ഡോക്ടറോട് കൂടി അവർ വരും. അവർ തന്നെ ഈ ക്രാങ്കൻ വാഗനിൽ കയറ്റി ആർക്കാണോ അസുഖമുള്ള ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ലൈഫുകൾ സേവ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമല്ലേ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് കാര്യമാണ്. പക്ഷെ നമുക്കിങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് ഈ ഇൻഷുറൻസ് കവറായി പോയിക്കോളും. പക്ഷെ എന്നാലും നമ്മൾ 10 യൂറോ അതിന് പേ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കവറായി പോകും. പക്ഷെ അത് നമുക്ക് ആവശ്യത്തിന് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഇഷ്ടപ്രകാരം പോയി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെ വരുന്ന കേസസിൽ ഇതൊക്കെ കവറായി പോകും. അത് തന്നെ നമുക്ക് പ്രൈവറ്റ് ഇൻഷുറൻസസ് ഉണ്ട്, പബ്ലിക് ഇൻഷുറൻസസ് ഉണ്ട്. എല്ലാവരും തന്നെ പബ്ലിക് ഇൻഷുറൻസസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. കാരണം ഇത് ഏതെടുക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ സാലറി അനുസരിച്ചിട്ടാണ് ഇതിന് വ്യത്യാസം വരുന്നത്. അപ്പം അതിൽ ഏതെടുക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ സാലറിനെ ഡിപ്പെൻഡ് ചെയ്ത് തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു വലിയ പേരാണ്, ഹാഫ്റ്റ്ഫ്ലിcht versicherung എന്ന് വെച്ചാൽ പേഴ്സണൽ ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ കാരണം മറ്റൊരാളുടെ വസ്തുവിനോ അയാൾക്കോ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം എൻ്റേതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗിൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും എനിക്കാണ്. ആ ഫോൺ ശരിയാക്കി കൊടുക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഇപ്പോൾ ഞാൻ അറിയാതെ ഇപ്പോൾ ആക്സിഡൻ്റലി ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലായി, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ അയാൾക്ക് കുറേ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അയാളുടെ ഇപ്പോൾ കാലൊക്കെ ഒടിഞ്ഞു അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ഞാൻ
അതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ ഒരുപാട് വലിയൊരു എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് ജർമ്മനിയിൽ ഒരുപാട് ആളുകൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ഈ ഹാഫ്റ്റ്ഫ്ലിറ്റ് versicherung എന്ന് പറയുന്നത്. അത് നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഷുറൻസ് തരുന്ന ഏജൻസീസ് ഉണ്ടാവും, അവിടെ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഓരോരുത്തർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോരോ പോളിസീസ് ആയിരിക്കും. മാസം 2 യൂറോ വെച്ച് തന്നെ അടച്ചു തുടങ്ങുന്ന പല പോളിസീസും ഉണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾ അതിന്റെ ആവശ്യകത തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അടുത്തതാണ് കാർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ലയബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ ഡാമേജ് ഇൻഷുറൻസും ഉണ്ട്. അത് നമ്മൾ കാർ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ഇതിന്റെ ഇൻഷുറൻസും ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ ഹിസ്റ്ററി എന്താണ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ഹിസ്റ്ററി, എന്തെങ്കിലും ആക്സിഡന്റ് വന്നിട്ടുണ്ടോ, എങ്ങനെ എന്താന്നുള്ള ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ട്, പിന്നെ നമ്മൾ എവിടെ താമസിക്കുന്നു അതൊക്കെ, അതുപോലെ നമുക്ക് ഗ്യാരേജ് ഉണ്ടോ, അപ്പം അങ്ങനത്തെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു എത്ര മാസം എത്ര അടവ് വരും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആനുവലി എത്ര നമ്മൾ അടയ്ക്കണം എന്നുള്ള കാര്യത്തിന് തീരുമാനമാവുന്നത്. ഞാൻ ജർമ്മനിയിൽ വന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആളുകൾ പെറ്റ്സിനെയൊക്കെ കൊണ്ടുനടക്കുന്ന, സ്വന്തം മക്കളെ കൊണ്ടുനടക്കുന്ന പോലെ തന്നെയാണ്. അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഭയങ്കര ലക്ഷറീസ് ആയിട്ടാണ് ഇവിടെ എല്ലാ പെറ്റുകളും ജീവിക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടപ്പം അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഇവിടെ നടക്കാനൊക്കെ പോകും ഈ പട്ടികളൊക്കെ ആയിട്ട്. അതിൽ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പട്ടികൾക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പട്ടിയെ പെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ പട്ടിയുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കണം. അതിന് പറയുന്നത് ഡോഗ് ഇൻഷുറൻസ് എന്നാണ്, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ അതിന് പറയും ഹുണ്ട് versicherung എന്ന്. ഇതിലും വരുന്നുണ്ട് ഡോഗിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ പട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതിന് ഡോക്ടറെ കാണിക്കാൻ, ഈവൻ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, നമുക്ക് തീരുമാനിക്കാൻ കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആവണമെന്നുള്ളവര്, അങ്ങനത്തെ ഇൻഷുറൻസസ് ഉണ്ട് ഈ പട്ടികളുടെയൊക്കെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. അതല്ലാതെ വരുന്നതാണ് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന്. എന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ഒരു പെറ്റ് കാരണം ആർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ അയാളുടെ വസ്തുവകകൾക്കോ എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഹുണ്ട് versicherungലെ ലയബിലിറ്റി പാർട്ട് വരുന്നത്. ഈ തേർഡ് പാർട്ടികൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശയ്ക്കൊക്കെ നമ്മൾ മലയാളീസൊക്കെ ഇവിടെ പറയും പട്ടി കടിച്ചാൽ വരെ നമുക്ക് പേയ്മെന്റ് കിട്ടുമെന്ന്. അന്ന് വെച്ചാൽ പക്ഷെ അവരങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. എല്ലാവരും അങ്ങനെ ഭയങ്കര ഡീസെന്റ് ആയിട്ടാണ് പട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ളത് ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പിന്നെ എല്ലാവരും എടുക്കുന്നതാണ് ഈ ഹാഫ്റ്റ്ഫ്ലിറ്റ് versicherung എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നതാണ് ഹൗസ് റാറ്റ് versicherung എന്ന് വെച്ചാൽ ഹോം കണ്ടൻസ് ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഇപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു, എന്തെങ്കിലും ഒരു തെഫ്റ്റ് വന്നു, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മുടെ ഹൗസിൻ്റെ, നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്ന് വെച്ചാൽ ഫർണിച്ചേഴ്സ് ആവാം, ഇലക്ട്രോണിക്സ് ആവാം, എന്ത് സാധനം, ക്ലോത്ത്സ് ആവാം, എന്ത് സാധനം വേണേലും ആവാം. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതാണല്ലേ. അപ്പം ഈ സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് ഈ ഹോം കണ്ടൻസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ എനിക്ക് ആ ഒരു ഇൻഷുറൻസ് ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, അങ്ങനെയൊക്കെ വരത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഈ ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ വേണ്ട ഒരു ഇൻഷുറൻസ് അല്ലല്ലോ എന്നാണ് ഞാൻ ആദ്യം കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് വിചാരിച്ചത്. ഈ ഒരു ഇൻഷുറൻസ് ഞാനും എടുത്തിട്ടുണ്ടായില്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് നമ്മളൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് ആയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായത്. അപ്പം ഒരുപാട് പേര് മരിച്ചു, അതൊക്കെ ഒരുപാട് സങ്കടമുള്ളൊരു കാര്യമാണ്. എന്നാൽ പോലും പലവരുടെ നിസ്സഹായാവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം ഞാനും മനസ്സിൽ ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുക്കുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട പോയ ആളുകൾക്ക് പകരം വെക്കാനൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ആകുമായിരുന്നല്ലോ എന്ന് ഞാൻ ശരിക്കും മനസ്സിൽ ചിന്തിച്ചായിരുന്നു. അന്നേരമാണ് ഇതിനൊക്കെയുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. ലീഗൽ ഇൻഷുറൻസ് റെcht ഷുട്സ് versicherung. നമ്മൾ ഒരു സ്ഥലത്ത് പുതിയതായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ചോ നമുക്ക് വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയായിരുന്നു ഞാനും. ഇപ്പം ഞാൻ ജർമ്മനിയിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ 100% നിയമങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു കോമൺ സെൻസിലുള്ള കാര്യങ്ങൾ അറിയാമെന്നല്ലാണ്ട് അതികവിഞ്ഞുള്ള ഒരു നിയമങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ നമ്മളൊരു നിയമം തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമുക്ക് ആ ഒരു നിയമം തെറ്റിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ലീഗലായിട്ടുള്ള ഒരു ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വക്കീലിനെ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സിനൊക്കെ വേണ്ടി വരുന്ന ആ ഒരു എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും വേണ്ട ഒരു ഇൻഷുറൻസ് അല്ലല്ലോ എന്ന്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഭയങ്കര ആവശ്യം വരും കേട്ടോ. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇങ്ങനൊരു അവസ്ഥ വന്നായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം പക്ഷെ അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് വക്കീലൊന്നും ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ എന്നാലും കൊളീഗ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ വക്കീലിൻ്റെ അടുത്ത് പോകേണ്ടി വരുമായിരിക്കും, അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഭയങ്കരമായിട്ട് പേ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അന്നേരമാണ് ഇങ്ങനൊരു ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നില്ല കേട്ടോ, വക്കീലിനെ വിളിക്കേണ്ട കാര്യമൊന്നും വന്നൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വക്കീൽ ഫീസും കാര്യങ്ങളും കൊടുത്ത് നമ്മുടെ ഒരു അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ വക്കീൽ ഫീസും ആ ഒരു പ്രൊസീജിയേഴ്സിനുള്ള ഫീസ് മാത്രമേ കവർ ആവത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റുകാരാണെന്ന് കണ്ടിപ്പോൾ നമുക്ക് ഫൈനൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അത് ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല കേട്ടോ. ഫൈനൊക്കെ നമ്മൾ സ്വന്തം കയ്യിൽ കൊടുക്കേണ്ടി വരും. എന്നെ വേറൊരു തരത്തിൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, ഇവിടെ ജർമ്മനിയിൽ എല്ലാവരുടെ വീട്ടിലും തന്നെ സൈക്കിളുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും പിള്ളേരും ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സൈക്കിളുണ്ട്. നമുക്ക് കുറേ ദൂരം ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് പോകാൻ പറ്റും. അപ്പോൾ അത് കാരണം ഇപ്പോൾ ചിലവരൊക്കെ ജോലിക്ക് വരാനൊക്കെ കാറൊന്നും യൂസ് ചെയ്യത്തില്ല, എല്ലാവരും സൈക്കിളൊക്കെ ചവിട്ടിയാൽ വരിക. അതുപോലെ ഇവരുടെ കയ്യിലുള്ള സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് സൈക്കിളുകളൊക്കെയാണ്. അപ്പം അത് കാരണം അതൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ടൊക്കെ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ വന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അത് നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിന് എക്സ്പെൻസ് വരത്തില്ല, അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയൊക്കെ ഇങ്ങനെ സിറ്റീസിലൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറേ സൈക്കിൾസ് ഒക്കെ മോഷണം പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അന്യായ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കത്തില്ലേ. അപ്പം അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഷുറൻസ്. ഇവിടുത്തെ ഡെന്റൽ സർവീസസ് എന്ന് പറയുന്നത് ഭയങ്കര പേര് കേട്ടൊരു സംഭവമാണ്. ഇവിടെ വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്, അതുപോലെ അത്രയും എക്സലന്റും ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അകത്ത് ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഇവിടെ നമുക്ക് 6 മാസം കൂടുമ്പം ഡെന്റൽ ക്ലീനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ചിലവർക്ക് ജനറ്റിക് പരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പല്ലുകൾക്കും മോണകൾക്കും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനൊരു സാൻ സൂസാറ്റ് ഫെർസിഷറും എന്നാണ് ഈ ഒരു ഇൻഷുറൻസിന്റെ പേര്, ഡെന്റൽ ഇൻഷുറൻസ്. അപ്പം അത് ഒരെണ്ണം എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളിപ്പം നോർമലായിട്ട് പബ്ലിക് ഇൻഷുറൻസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡഡ് അല്ല. പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ കുറച്ച് ഭാഗങ്ങൾ മാത്രം അതിൽ അവർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത് വെച്ചാൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അവരോട് സംസാരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഉൻഫാൽ ഫെർസിഷറും അല്ലെങ്കിൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ആ ജോലി സമയത്തിന് 1 മണിക്കൂർ മുന്നേ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂറും നമ്മൾ ഇൻഷുർ ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജോലിക്ക് പോകുന്ന വഴിക്കോ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കോ എന്തെങ്കിലും നമുക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആർബൈറ്റ് ഉൻഫാൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് ഇവർ നമ്മളെ ഈ ആക്സിഡന്റ് കാരണം നമുക്ക് പറ്റിയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഓക്കെ ആയിട്ട് ജോലിക്ക് ചെല്ലുന്നത് വരെ നമുക്ക് ഫുൾ സാലറി തരും. പക്ഷേ അതല്ലാത്ത സമയത്ത് നമുക്ക് ഇതിൽ സംഭവിച്ചാലോ? അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ ഉൻഫാൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം പോണ വഴിക്ക് എന്തെങ്കിലും ഒരു കാറ് വന്നിടിച്ചോ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അപ്പം നമുക്ക് സാലറി ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെ സാഹചര്യങ്ങളിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ ഉൻഫാൽ ഫെർസിഷർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി. എനിക്ക് ആകെ പരിചയം ഉണ്ടായിരുന്ന ഒരു ഇൻഷുറൻസിനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ലൈഫ് ഇൻഷുറൻസ്. നിങ്ങൾക്കറിയാലോ, ഇപ്പം ഒരു ഫാമിലിയിൽ ഒരാൾ മാത്രമാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം കൊണ്ടുവരുന്ന ആളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വഴിയാതെ പോകത്തില്ലേ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. റിസിക്കിയോ ലേബൻ ഫെർസിഷറും എന്നാണ് കേട്ടോ ഇതിന് ജർമ്മൻ ലാംഗ്വേജ് പറയണേ. ഈ ഇൻഷുറൻസസിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമാണ് മസ്റ്റായിട്ട് വേണ്ട ഒരു ഇൻഷുറൻസ്. പിന്നെ നമ്മുടെ ഏജും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഇൻഷുറൻസ് കൂടി എക്സ്ട്രാ വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.